അങ്ങനെ നമ്മുടെ രാവിലെ നമ്മുടെ ആരോ വന്നിരിക്കുന്നത് നോക്കിയോടെ. ആരുടെ അമ്മമ്മയുടെ പെണ്ണെന്നാണോ മോനാ ഉമ്മന്നെ മമ്മിച്ച്. ഇപ്പൊ ഉമ്മയും ബാത്തൊന്നുമില്ല, ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ കൂത്തക്കേട കാറ്റോ ബോബ് കരയെന്ന് പറഞ്ഞ ബാ പൂച്ചേന് കരയാ ബൂബിന് കരയാ പൂച്ചേന് കരയാ കയ്യില ഇവിടെ വന്ന കയ്യിൽ വേണം, കടാര വേണം. കൊണ്ടായിട്ട് കൊടുക്കുന്നുണ്ടോ മാമിക്ക്? ഹായ് പറയൂ, ഹായ് പറയൂ, ഹായ്. കാത്തുവിൻ്റെ അമ്മ വർക്കിന് പോയിക്കാണ്, കാത്തുവിൻ്റെ അമ്മ വർക്കിന് പോയിക്കാണ്. അപ്പൊ കാത്തു ഞങ്ങളുടെ കൂടെ അല്ല പിന്നെ. ആ അമ്മ വർക്കിന് പോയി ഇല്ലേ? അപ്പയും പോയി. ആ അമ്മമ്മ പേര് അപ്പമ്മ അല്ലേ? അപ്പേനെ വിളിച്ച നമ്മളെ അപ്പേനെ വിളിച്ച കുഞ്ഞേനെ വിളിച്ച കുഞ്ഞാ വിളിച്ച കുഞ്ഞാ. അപ്പൊ കുഞ്ഞിൻ്റെ കൂടെ പോയി. ഞാൻ പണിയുണ്ട്. അമ്മാപ്പിക്ക് പാപ്പൊക്കെ ഉണ്ടാക്കണ. അമ്മാമ്മ പാപ്പ് ഉണ്ടാക്കട്ടെ മക്കൾക്ക്. പാപ്പ് കിശ്മശിന് കാറ്റുന്റെ വീട്ടിലേക്ക് പോകണ്ട നമുക്ക്. ഇന്ന് കാറ്റുന്റെ വീട്ടിലേക്ക് പോകണ്ടേ? ഇന്ന് കാറ്റുന്റെ വീട്ടിലാണ് ഞങ്ങളുടെ ക്രിസ്മസ്. ആ കാറ്റുന്റെ വീട്ടിലാണ് പറയട്ടെ. അമ്മമ്മ വെറുതെ ഇന്നെല്ലാരും പട്ടിണിയാവും. നിങ്ങളൊക്കെ കനത്തിന് കഴിക്കണ്ട രാത്രി. അമ്മമ്മക്ക് കനൊന്നുമില്ല വയറ്റിൽ, മനസ്സിലായ? പൂവൻ കോഴി, ചക്കര കോഴി, കോഴിനെ ഇരിക്കുമ്പോ കുഞ്ഞും മണിക്കോഴി. അമ്മ ഒരു വഴിക്ക് പോകുന്ന പരിപാടി എല്ലാക്കി തോന്നുന്നില്ല. അവളെ അമ്മേനോട് ചേട്ടു. അങ്ങനെ ജാഗോ പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർട്ടൂൺ വെച്ചു കൊടുത്തു. അന്ന് അവിടെ ഇരുന്നോളൂ. പക്ഷെ ഞാൻ പോകാൻ പാടില്ല, ഞാൻ അവളുടെ അടുത്ത് തന്നെ എടുക്കണം. ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ എടുക്കുക. അമ്മമ്മ പോട്ടെ, അപ്പം മേത്ത് കയറി എടുക്കുക പോരെ. ഇപ്പം അച്ഛൻ മീൻ മേടിക്കുമ്പോൾ അമ്മ പോവാണ്ട് പോയിൻ്റെ കേട്ടോ. ഞാൻ വല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കട്ടെ. അതാ അവളെ കണ്ണ് വെട്ടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ പണികളിലേക്ക് കടന്നു വിട്ടു. ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ടയർ കൊണ്ട് ഗുളികയ്ക്കാട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് ദോശമാവ് ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആർക്ക് അന്വേണ് 2 ദോശ, കുഞ്ഞിനും 2-3, പിന്നെ കുണുക്കിനും ഉണക്കിക്കും കാർത്തുമ്പിക്കുക. അപ്പം പിന്നെ ആ ഉള്ള മാവ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാ. അങ്ങനെ ഞാൻ ദോശ ചൂടാൻ തുടങ്ങി. അപ്പോഴേക്കും അന്വേട്ട് എനിക്ക് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്ന ആ മഞ്ഞവെള്ളം ഉണ്ടല്ലോ, അതുണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ അതും കുടിച്ചു കേട്ടോ. ഒറ്റയ്ക്ക് അതും കുടിച്ചു. അത് ഇന്നത്തെ ഇഞ്ചി ഭയങ്കര ഡോസ്. എനിക്ക് നെഞ്ചത്തെ ഒരു വേദനയൊക്കെ പെട്ടെന്ന് തോന്നിട്ട് അതങ്ങനെ ഉണ്ടായത്. എന്താ എനിക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് നെഞ്ചത്തെ ഒരു വേദന വന്നു. എന്താണ് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ചേക്ക് ഒരു 2-3 സെക്കൻഡ് എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു. പിന്നെ ഇഞ്ചിക്ക് ഭയങ്കര ഒരു എരിവും എന്തൊക്കെയോ എനിക്ക് ബുദ്ധിമുട്ട് ആ സമയത്ത് തോന്നിയിട്ടാണ്. അങ്ങനെ നമ്മൾ ദോശ ചൂടാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ആദ്യം ചട്നിയൊക്കെ ഉണ്ടാക്കി. എന്താ വെച്ചാൽ തക്കാളി കുറവാണ്, തക്കാളി 2 ഉള്ളൂ. അപ്പോൾ ഇന്നലെ നെക്സ്റ്റ് പറഞ്ഞിട്ട് തക്കാളി പിടിക്കാൻ പാടെ ഇന്നലെ ഒക്കെ ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ മോശമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും മേടിച്ചില്ല. ഉള്ളതുകൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ക്രിസ്മസ് അല്ലേ, നാളെ എന്തായാലും എല്ലാം മേടിക്കും. പൊന്നൂൻ്റെ അവിടേക്കല്ലേ നാളത്തെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ അല്ലേ വെച്ചിട്ട് പിന്നെ ഒന്നും ഞാൻ ഇന്നലെ മേടിച്ചില്ല. പിന്നെ എന്തായാലും പൊന്നൂന് പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ വീട്ടിലേക്കും മേടിക്കാമെന്ന് ഞാൻ കരുതിയിട്ടാണ്. അങ്ങനെ ഒരു കൈ കൊണ്ട് ദോശ ഉണ്ടാക്കണപ്പോഴേക്കും അതിനായിട്ട് നാളികേരം ചെരുകി ഇവിടെ നിന്നു കേട്ടോ. അപ്പോൾ അതിന് ചട്നി ഉണ്ടാക്കാൻ വെച്ചു. അപ്പോഴും പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ 2 ചെറിയ തക്കാളി ഉണ്ട്. പിന്നെ കുണുക്കിനെ സംബന്ധിച്ച് സബോളയും നല്ല മുളകുപൊടി പുളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ല ചമ്മന്തി അവന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചട്നി അരച്ചതിൻ്റെ ശേഷം ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എന്താ വെച്ചാൽ എനിക്കറിയാം കുണുക്ക് അങ്ങനെ കഴിക്കില്ല എന്ന് പറയട്ടെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാം കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കട്ടെ. എനിക്ക് കോഴിക്ക് 2 കോഴിമുട്ട കേട്ടോ. ഇത് ബാക്കി അന്വേട്ടം കഴിച്ച് കുണുക്കിക്ക് കുഞ്ഞിന് കുണുക്കുമ്പോൾ കാർത്തുമ്പിക്കിട്ടാണ്. അന്വേട്ടന് 2 ദോശയും ചട്നിയും. സത്യം പറഞ്ഞാൽ അന്വേട്ടൻ്റെ കൂടെ ഇന്ന് ചായ കുടിക്കാൻ എന്നെ സമ്മതിക്കണം കേട്ടോ. നല്ല ചട്നിയും നല്ല തക്കാളി ചമ്മന്തിയും ആ ദോശയ്ക്കാണ്ട് ഒഴിച്ചപ്പോഴേ നെയ്യ് ഒഴിച്ച ദോശയ്ക്ക് ഒഴിച്ചപ്പോഴുള്ള മണമുണ്ടല്ലോ എൻ്റെ അമ്മ. എന്നാലും നമ്മുടെ അവസ്ഥ അതാക്കിയിട്ട് 2 കോഴിമുട്ടയും കഴിച്ചു.
പിന്നെ ഒരു ഫുൾ ആപ്പിളും ഒരു അനാറും ഞാൻ ഫുള്ളും ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് എനിക്ക് കഴിക്കാനല്ല, കാർത്തൂന് അനാറ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനും ഇങ്ങനെ ഫ്രൂട്ട് സാലഡ് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് അതിനെ കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു പകുതി ആപ്പിളും ഒരു പകുതി. ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണാടി ഇങ്ങനെ ഇട്ടപ്പോൾ ജനലിൻ്റെ അവിടെ വൃത്തിയായിട്ട് കേട്ടോ. മട്ട വേണോ ശരിയാണ്? ചോദിച്ചില്ല. ബോട്ടി വേണം. ബോട്ടി നമ്മൾ കഴിക്കത്തില്ല. ആ വണ്ടിയിലുണ്ട്, കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുള്ളതാ. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊന്നും ചെയ്യണ്ടേ, ഇനിയൊന്നും നിങ്ങൾക്ക് മിനുക്ക് പണി എത്ര വേണ്ടോ? മിനുക്ക് പണിയാണ് ഏറ്റവും വലിയ പണി. തിന്നണമെന്നുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് പിന്നെ ആർക്കും അതിനോട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പോത്തിനെ വെട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആഴ്ചയിൽ ഒരിക്കലും അവർ വെട്ടുള്ളത്. ഇപ്പൊ കിട്ടുമ്പോഴല്ലേ ഉള്ളൂ വെച്ചു. പിന്നെ കൊറേ ആൾക്കാര് ക്രിസ്മസിന് നോമ്പെടുത്തിട്ട് കഴിക്കാത്തവരിക്കുന്നുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് പിന്നെ കൂടുതലായിട്ട് ഇന്ന് ക്രിസ്ത്യൻസ് കൂടുതലും മേടിച്ച് വറ്റിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. നാളെ നമ്മളുള്ള എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഇന്ന് ആരും ചെയ്യില്ല. അതാണ് ഇന്ന് ക്രിസ്ത്യൻസ് എല്ലാവരും ഒക്കെ വേവിച്ച് സെറ്റ് ചെയ്ത് ഒക്കെ വെക്കും. അതിൻ്റെ പുലർച്ചെ കുർബാനൊക്കെ കഴിഞ്ഞ് അന്തിമിക്കൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കി വെക്കും. വെള്ളയപ്പം ഇഷ്ടമുണ്ടാവും, കള്ളപ്പം ഉണ്ടാവും, ബ്രെഡ്. അത് എളുപ്പ പണിയാണല്ലോ. നമ്മളിപ്പോൾ പള്ളിയിൽ പുലർച്ചെ പോയി വന്നു കഴിഞ്ഞാൽ അല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒരു ഇതില്ലോ. കറി വെച്ച് പോയി കഴിഞ്ഞാൽ പുലർച്ചെ കുർബാന എനിക്ക് ക്ഷീണമാവില്ല എല്ലാവർക്കും. അങ്ങനെ അപ്പോൾ പൊന്നിൻ്റെ അവിടെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ. ഇതൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി സെറ്റ് ചെയ്ത് വേവിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണല്ലോ. എനിക്ക് അവിടുത്തെ അടുക്കളയിൽ നിൽക്കാത്തവനെ അവിടുത്തെ അടുക്കളയിലത്തെ രീതികൾ സെറ്റാകുമ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഉപ്പേരി എന്താ വെച്ചാൽ വാഴക്കൂമ്പ് എന്ന് പറയും. അതുപോലെ വാഴക്കൊലയുടെ അടിയിൽ ഇങ്ങനെ കൊടപ്പൻ, മാണി, കൊപ്ര അങ്ങനെയൊക്കെ വരട്ടെ തന്നെ. അപ്പോൾ എന്നും നമ്മൾ മുതിര ഇട്ടിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ കുഴപ്പമില്ല വാഴക്കൂമ്പ് നന്നായി കുഞ്ഞിതാക്കി അരിഞ്ഞു. അത് തരി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ വെച്ചു. അപ്പോഴേക്കും നാളികേരം, ഒരു പിടി നാളികേരം, 2 പച്ചമുളക്, 3 ചുവന്നുള്ളി, 2-3 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളകും പൊടി, കറിവേപ്പില, ഇത് കൂടിയിട്ട് നന്നായി ചതച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചീഞ്ചട്ടി വെച്ചു. അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു. അരിക്ക് കടുക് പൊട്ടിച്ചു കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ച കൊപ്ര അരിക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇതിനധികം വേവില്ലാട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വേവ് കൂട്ടുക. പെട്ടെന്ന് നമുക്ക് പണി കഴിയുന്ന ഒരു ഉപ്പേരി കേട്ടോ. അത് നന്നാക്കലും ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് 2-3 മിനിറ്റ് ആയപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരപ്പ് കൊണ്ട് ചേർത്ത് വിട്ടാൽ അരപ്പ് ഇട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും ആ പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും പിന്നെ നല്ല ജീരകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കാരണം അടിപൊളി. 2-3 സെക്കൻഡ് ഞാൻ മൂടി വെച്ചു, തുറന്നു. നമ്മുടെ ഉപ്പേരി സെറ്റായിട്ടാണ്. അപ്പോൾ ഞാൻ എന്നോട് വന്നിട്ട് ആ ഉപ്പേരി എങ്ങനെയുണ്ട് നോക്കിയോ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മാണിയുടെ ടേസ്റ്റ് ആണെങ്കിൽ മാണി ഒറ്റയ്ക്ക് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുതിരയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ആ മുതിരയുടെ കൂടിയിട്ടുള്ള ടേസ്റ്റ് നമുക്കറിയാം. ഇതിൻ്റെ ഒറ്റയ്ക്ക്. പക്ഷേ എന്നിട്ട് തുള്ളി വെളിച്ചെണ്ണയും ഒരു തരി കറിവേപ്പിലയും ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടാണ്. ഞങ്ങളെല്ലാവരും കാറിലാട്ടോ. അതാണ് ഈ ചെറിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര പ്രാവശ്യമാണ് പാത്രം പോറാന്ന് നമുക്ക് തന്നെ അറിയില്ല. എല്ലാ പ്രാവശ്യം ഫുള്ളും പാത്രം പറഞ്ഞ് പിടിക്കാൻ തന്നെയാണ്. പക്ഷേ ഇന്ന് തന്നെയായിട്ട് ഫുള്ളും അപ്പുറത്തെ അടുക്കളയിൽ ബീഫ് നന്നാക്കൽ, ചിക്കൻ വൃത്തിയാക്കൽ, മീൻ നന്നാക്കൽ, എന്താ പറയുക വെളുത്തുള്ളി നന്നാക്കിയാൽ, ഇഞ്ചി നന്നാക്കിയാൽ, അങ്ങനെ 100,000 പണികളായിട്ട് അതിനായിട്ട് അപ്പുറത്തുണ്ടായിട്ട് അതിനായിട്ട് വീഡിയോയിലില്ലെങ്കിലും അപ്പുറത്ത് അതിനായിട്ട് ഭയങ്കര ബിസി ആയിട്ടാണ്. അപ്പോൾ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. പരമാവധി അതിൻ്റെ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഇന്ന് TV കാണുന്നുണ്ട്. അങ്ങനെ കുറേ പാത്രങ്ങൾ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം നമുക്കിന്ന് മാന്തളാണ് മീൻ കിട്ടിയത്. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. അങ്ങനെ മിക്സിയിൽ ചെയ്യാലോ ഒരു തക്കാളി ഇട്ടു, ഒരു 4-5 ചുവന്നുള്ളി, ഒരു 2 വലിയ വെളുത്തുള്ളി അള്ളി ഇട്ടു കേട്ടോ. അതിലേക്ക് നമ്മളൊരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കാശ്മീർ ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ സാധാ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടോ. അത് ഇട്ടു കണ്ടോ. അത് ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാനത് ഉപ്പ് ഇട്ടു കേട്ടോ. ഉപ്പ് ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. അരച്ച് തന്നെയൊക്കെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ കറിക്കുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് കയറിയിട്ട് അപ്പം ഞാൻ ഒരു 2 ടീസ്പൂണത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി
ഇതിലേക്ക് നമ്മൾ ഒരു 3-4 മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3-4 മണി ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പില ഇട്ടാൽ ചതച്ചതാണ്. ചുവന്നുള്ളി ഇഞ്ചിയും കറിവേപ്പിലും കൂടി ചതച്ചു അതും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മുരിയണ വരയ്ക്കും നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഏകദേശം അത് ഒരു മുരിഞ്ഞ് വന്നോട് കൂടിയിട്ട് നമ്മളതിലേക്കുള്ള അരപ്പ് നമ്മൾ നേരത്തെ ഒരു അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, തക്കാളിയും വെളുത്തുള്ളി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു അരപ്പ് നമ്മളതിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ ഒരു ഗുണം വെച്ചാൽ ഗ്രേവി നല്ല തിക്കുള്ള ഗ്രേവിയാണ് കിട്ടുക കേട്ടോ, നല്ല കട്ടിയുണ്ടാവും മീൻ കറിക്ക്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഒഴിച്ചു കൊടുത്തു, അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കുത്തുമണമൊക്കെ ഇളക്കി ആയിരിക്കും നമ്മൾ ആ വെള്ളം മിക്സിയുടെ ജാറ് കയറ്റിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കലക്കി അതിൽ പുളിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടമുള്ളവർക്ക് പുളി ഇടാം, അല്ലെങ്കിൽ കുടംപുളി ഇടാം, അല്ലെങ്കിൽ വാളംപുളി ഇടാം. ഞങ്ങൾ വാളംപുളി പിഴിഞ്ഞ് വയ്ക്കുക ചെയ്തിട്ടാണ്, കുടംപുളി ഇല്ലാത്ത തന്നെ വാളംപുളി പിഴിഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ഉപ്പൊക്കെ നോക്കി ഉപ്പ് വന്നപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോട്ടെ. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കണം വരയ്ക്ക്. അതായത് നമ്മൾ മാന്തൾ എന്ന് പറയട്ടെ, എല്ലായിടത്തും മീൻ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല, ഞങ്ങളുടെ അവിടെ മാന്തൾ എന്നാണ് പറയുക. അപ്പോൾ നാളെ ക്രിസ്മസ് ആയിട്ട് വേറെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് മേടിച്ചാൽ മതി. അപ്പോൾ 1 കിലോ മാന്തള മേടിച്ചേട്ടാ. അതിലൊരു 10 എണ്ണം വറക്കാനും വെച്ച് ഒരു 12 മാന്തള എടുത്തിട്ട് കറിയും വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് ധാരാളമാണ്. അങ്ങനെ മാന്തൾ കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല മാന്തൾ മുളകിട്ട കറിയാട്ടോ, നല്ല ടേസ്റ്റാണ്. ഉപ്മാവിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ദോശ ഇഡ്ഡലി ചോറ് ഇതിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു മീൻ കറി ഭയങ്കര ടേസ്റ്റാട്ടോ കൂട്ടി കഴിക്കാൻ. അങ്ങനെ നമ്മുടെ ഈ മീൻ കറി ഏകദേശം ഒന്ന് കുറുകി വരുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് കുറുകി വരുന്നതോട് കൂടിയിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മീൻ കറി സെറ്റ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കട്ടെന്നുണ്ടോ, നമ്മുടെ മീൻ കൂട്ടാനൊക്കെ സെറ്റ് ചെയ്യുക. നേരത്തെ ആരുടെ ഫോൺ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടാ, അതിനായിട്ടാണ് ഓഫ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ചൂടാറിപ്പോൾ ഞാൻ വന്നിട്ട് കറിവേപ്പില ഇട്ട് വെച്ചോട്ടെ. ഞാൻ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറില്ല, ചൂടോടക്കനെയാണ് നമ്മൾ കറിവേപ്പിലൊക്കെ ഇടണം കേട്ടോ. അങ്ങനെ നമ്മൾ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ മീൻ കറി സെറ്റ് കേട്ടോ. ഇത് കുറച്ച് മതി, പക്ഷെ നല്ല ചൂട്ടിയായിരിക്കും. നമുക്ക് ചോറിലേക്ക് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല, കുറച്ച് വേണ്ടോ. അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മളൊരു 5-10 മാന്തൾ മസാല പറ്റി വെച്ചിട്ടുണ്ട്, മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാൻ. എന്തായാലും നമുക്ക് ഈ വറവും കാര്യങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വറക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ണോളില്ലുണ്ടല്ലോ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചില്ല. അപ്പം ഞാൻ അവർക്ക് നമുക്ക് വേണ്ട വെച്ചിട്ട് അതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മീൻ വറക്കുന്ന ഉണ്ണോൾക്ക് വേണ്ടി ഉണ്ണോൾക്കും കുഞ്ഞിനെ ക്ഷേപിക്കുക കുണിക്ക് അതിനായിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടെ ഞാൻ ഇത് ചെയ്യുന്നത്. നമുക്കിതിനും അവരുടെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കണമല്ലോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അതിനായിട്ട് ഫുഡ് കഴിക്കാത്ത എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയുന്നുണ്ട്. ഇപ്പോൾ അതിനായിട്ട് കഴിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ അത്രയൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ നാളേക്ക് ക്രിസ്മസ് ഇല്ല, അപ്പോൾ അതിനുള്ള ബീഫും കാര്യങ്ങളും പൊന്നു വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞ് ബീഫ് കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നന്നാക്കി കഴുകി കൊടുന്ന് വെച്ചാട്ടോ. ഇനി ഇത് നമ്മൾ നാളേക്കുള്ളതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വേവിച്ച് വയ്ക്കണം. എന്താ വെച്ചാൽ പൊന്നിൻ്റെ വീട്ടിൽ അടുക്കളയിൽ നമുക്ക് പണിയെടുത്തിട്ട് ശരിയില്ലാത്തതിന് പെട്ടെന്ന് പോയതൊക്കെ ഇരട്ടി പണിയാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് തന്നെ വേവിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിട്ട് ഞങ്ങൾ ഒന്ന് തിരുമ്പി വേവിച്ച് വെച്ചു കേട്ടോ. അതെന്താ വെച്ചാൽ ഇത് വേവിച്ച് വെച്ചുകൊണ്ട് പിന്നെ എനിക്ക് നാളെ അവിടെ പോയിട്ട് അത് മസാല ഒക്കെ വേണ്ടു. അപ്പോൾ അത്രയും പണി കുറഞ്ഞല്ലോ. അപ്പോൾ പരമാവധി എല്ലാ പണികളും കഴിച്ച് വയ്ക്കാമെന്ന് വെച്ചിട്ടായിട്ട് ഞാൻ രണ്ടും മത്സരിച്ചിട്ടായിരുന്നു പണി. ആയിരിക്കും ഇവന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇടണ്ടിട്ട് ഞാൻ പറയാൻ മറന്നു. മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഉപ്പ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചത് പിന്നെ കറിവേപ്പിലാണ്. ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ തിരുമ്പി വെക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചാൽ മതി. പക്ഷേ ഒരു പച്ചശൂരായിരിക്കും ഈ ബീഫിന്. വിസിലൊക്കെ അടിക്കുമ്പോൾ ബീഫിന് പച്ച സ്മെല്ല് വന്നതിന് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചിരുന്നത്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നു. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാന്തൾ അപ്പോഴേക്കും നമ്മുടെ മാന്തൾ ഒരു സൈഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നേട്ട് വന്ന് എന്നേട്ട് അത് നോക്കുമെന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ എൻ്റെ കൈ ഒഴിവില്ല. അപ്പോൾ ഇങ്ങനെ എന്നേട്ട് നോക്കി പിന്നെ ബാക്കി ഞാൻ വന്നിട്ട് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുറച്ച് പുളിശ്ശേരിനാണ് വെച്ചാൽ ഉണ്ണോൾക്ക് മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻ കറിയുടെ കൂടെ ഒഴിച്ച് കറിയായിട്ട് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഒരു കൊല്ലത്തുള്ളൊരു ഫാമിലിയുടെ കൂടെ ആയിരുന്നു ഒരുമിച്ച് താമസിച്ചിരുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയൊരു ഇതാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ തരി നാളികേരം ജീരകവും മഞ്ഞൾപ്പൊടിയും ഞാൻ പിന്നെ എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക. ഉപ്പ് പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് തൈര് വെച്ചിട്ട് ഒന്ന്
നന്നായിട്ട് അടിച്ചെടുക്കും കേട്ടോ. നല്ല കട്ട തൈരാണ് കേട്ടോ. നല്ല നെക്സ്റ്റ് ഒന്നും വെളുപ്പിടിച്ച, പക്ഷേ പുളിയുള്ള തൈരുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. നല്ല പുളി കുറഞ്ഞ തൈരുകൊണ്ട് ഉണ്ടാക്കിയ ടേസ്റ്റ് ഇത്. ഇന്ന് കാർത്തു കുണുക്കൻ കുണുക്കി ഇവർ ഞാൻ കേട്ടോ ശരിക്കും ആ കറി ഇന്ന് തീർത്തിക്കണം. മൂന്നാളും ഭയങ്കര ഇഷ്ടത്തില്ല അല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ മോര് കറി? സൂപ്പർ. മീനും ഇഷ്ടമായി, ആ കുട്ടിക്ക് മീനും ഇഷ്ടമായി. ആ മീൻ വറുത്തത് അല്ലേ, ആ മീൻ വറുത്തത് പെട്ടെന്ന് കഴിഞ്ഞു. ആകെ 10 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തീർത്തു, ലാസ്റ്റത്തെ മൂപ്പരെ തീർത്തിരുന്നത്. അങ്ങനെ നമ്മളതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഒരു തരി ഉപ്പ് മുൻതൂക്കം പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി തൈര് കൊടുന്ന് വെച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെടുത്ത പരിപാടി എന്താ വെച്ചാൽ ചീഞ്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഉലുവയും പൊട്ടിച്ചു, കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ടു കേട്ടോ. അതിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാനിത് ഒഴിച്ചോണ്ട് പിന്നെ ഒന്നുകൂടി കത്തിച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് മസാല പറ്റ വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, മുളകും പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ഗരം മസാല, കറിവേപ്പില ഇതൊക്കെ ഇട്ട് പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞത്, ഒരു തരി ഇത് തൈരാട്ടോ. ആ വെള്ളം ഞാൻ ഇപ്പോൾ കൊണ്ടിട്ടത് അത് തൈരാട്ടോ, കട്ട തൈര്. പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കുന്നത് കേട്ടോ. പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ചെറുനാരങ്ങയാണ് നീരാട്ടം ഒഴിച്ചത്. അതിൽ കുരു പഴണ്ടിക്കാനാണ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ പിടിച്ചു. പിന്നെ കുറച്ച് ഒലിവോയിലും കൂടിയിട്ട് അത് നന്നായി പേസ്റ്റ് പോലെ അരച്ചു കൊടുന്നു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തിരുമ്പി കൂട്ടുമ്പോഴാണ് എനിക്ക് എന്ത് ഓർമ്മ വന്നത്, ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ ഈ ഉപ്പിട്ടതിന് ശേഷമായിട്ട് ഞാൻ മസാല, പക്ഷേ ഞാൻ ഇതൊക്കെ പുരട്ടി വെച്ചതിന് ശേഷമാണ് ഞാനൊന്ന് മസാല കറക്റ്റ് ഉപ്പിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഉപ്പിടാൻ മറന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പൊക്കെ ഇട്ടു. പിന്നെ നോക്കി അങ്ങനെ മസാലയൊക്കെ തരി കൂടി ഉപ്പ് കുറവ് തരി കൂടിയൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി അത് നാളേക്കുള്ളതാണ് കേട്ടോ. ക്രിസ്മസിനുള്ള പരിപാടികളൊക്കെ ഞാൻ തലേദിവസമേ ചെയ്ത് വെക്കുകയാണ്. എന്താ വെച്ചാൽ പൊന്നുവിൻ്റെ അവിടെ പോയി എനിക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ട്. പൊന്നുവിന് ക്രിസ്മസ് ആയിട്ട് വർക്കുണ്ട്. അപ്പോൾ അവൾ രാവിലെ വർക്കിന് പോകും. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവരെയൊക്കെ ചെയ്യാം. അപ്പോൾ കുത്തിയ മുളകും കൂടി ഇട്ട്, കുറച്ച് കുത്തിയ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതെന്താ വെച്ചാൽ നന്നായി ഒരു എണ്ണയിലൊന്ന് മസാല ഇങ്ങനെ പിടിക്കാൻ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഞാൻ മൂടി അങ്ങനെ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ രാവിലേക്ക് ക്രിസ്മസിന് അന്ന് രാവിലേക്ക് ചിക്കനും കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബ്രെഡിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനിൽ കുറച്ച് ചെറുനാരങ്ങയും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് അതും ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട്, പിന്നെ നമ്മൾ നാളെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാട്ടാ, അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് തിരുമ്പി അതും മാറ്റി വെച്ചിട്ട്, ഇത് നാളെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, എന്ന് വെച്ചാൽ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മസാലയൊക്കെ പറ്റി വയ്ക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ ഒന്ന് നന്നായി ഇരുന്ന് പിടിച്ചു. അപ്പോൾ പൊന്നിൻ്റെ പണിക്ക് കൊണ്ടുപോയി ഞാൻ ഒക്കെ ചെറിയ ചെറിയ പാത്രത്തിലാക്കണം. പക്ഷേ ഈ പാത്രത്തിൽ മൊത്തം കൊണ്ടില്ല. എന്നിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലൂടെ കുറച്ചുകൂടി ആക്കിയിട്ട് രണ്ട് പാത്രത്തിലാക്കി വെച്ചോട്ടാ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം ബീഫ് വെന്തോന്ന് അമർത്തിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇളക്കി സെറ്റ് ചെയ്തിട്ട് ഞാൻ അതും 2 പാത്രത്തിലാക്കിയിട്ടാണ് ആക്കിയിട്ട്. ഇത് ഞാൻ രാവിലേക്ക് കള്ളപ്പത്തിന് കുറച്ച് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തത്. പിന്നെ അടുത്തത് ഈ എന്താ പറയുക നാളികേര കൊത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് വരട്ടെ, കുറച്ചുള്ളതൊക്കെ ഞങ്ങൾ കുറേശ്ശെ മേടിച്ചുള്ളൂ, ഒരുപാട് മേടിച്ചിട്ടില്ല. അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ അടുക്കളയുടെ അവസ്ഥ കണ്ട പാത്രങ്ങൾ അങ്ങോട്ട് കുനിഞ്ഞ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കഴുകി അവസാനം കഴുകി ക്ഷീണിച്ച് കണ്ട അപ്പോഴേക്കും പാത്രത്തിൽ കഴുകി ചോദിക്കുക ഒരു വിധത്തിൽ ഞാൻ ക്യാമറ ഓണൊക്കെ മറന്നു വന്നുണ്ടായത്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഒന്നാരും തീരണമൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് പറക്കി കൊണ്ടുപോകുമ്പോൾ ഓരോന്നായിട്ട് കിട്ടുന്നു കേട്ടോ. അപ്പുറത്തെ അടുക്കളയിൽ പോകും, അപ്പോൾ അവിടുന്ന് 3-4 കിട്ടും. പിന്നെ ആ സൈഡിലേക്ക് പോകും, അപ്പോൾ അവിടുന്ന് കിട്ടും, മേശയിൽ കിട്ടും. അങ്ങനെ പറക്കി കൂട്ടി ഞാൻ പാത്രം പോകുമ്പോഴേക്കും എല്ലായിടത്തും ഞാൻ എടുത്തുകൊടുന്ന് കഴുകി വയ്ക്കൂട്ടെ. അല്ലെങ്കിൽ പിന്നെ അടുക്കളയിലേക്ക് ഈ പാത്രം കഴുകി അടുക്കള ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഈ തൊട്ടിയിൽ പാത്രത്തിൽ കിടക്കുന്നത് കാണുന്നതൊക്കെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പണികൾ കഴിയുമ്പോൾ അടുക്കളയിൽ പിന്നെ പാത്രങ്ങളോ കാര്യങ്ങളോ പാടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ പാത്രങ്ങൾ ഓരോരുത്തരും കഴുകി വയ്ക്കൂല, ഇങ്ങനെ കൊണ്ടുവയ്ക്കില്ല. പാത്രം അടക്കളമൊക്കെ ക്ലീനാക്കി കഴുകി കഴിഞ്ഞതിൻ്റെ ശേഷമാണെങ്കിൽ പിന്നെ ആരും വയ്ക്കില്ല. പിന്നെ രാവിലെ ഞാൻ ഒരു തരി എന്താ കഴിച്ച് ആപ്പിളും കോഴിമുട്ട മാത്രം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം 2-3 മണിയായിട്ട് വിശന്ന് വലഞ്ഞപ്പോൾ ഞാൻ അതിനോട് തണ്ണിമത്തേക്ക് മുറിച്ച് നിന്നു. അതിനൊരു പീസ് എടുത്തോണ്ട് ഞാൻ കടിച്ച് കഴിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നമുക്ക് ഭയങ്കര എന്നാണല്ലോ വെള്ളം കൂടി കുറവ് തന്നെയാണ്. പണികൾ ഒന്നിരിക്കും തിരിയാനോ കാര്യങ്ങൾക്കോ ഒന്നിനും ഒരു നേരം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അടുക്കളയുടെ പാത്രം മൂറി ഈ പാതിമ്പുറം ഉരച്ച് കഴുകാറുണ്ടല്ലോ, നല്ലൊരു മെനക്കെട്ട പണി കേട്ടോ.
അങ്ങനെ ഏകദേശം പാത്രമൊക്കെ മോറിലായപ്പോൾ ഒരു ആശ്വാസമായിരിക്കും. പക്ഷെ പാത്രം മോറില കഴിഞ്ഞിട്ടുള്ള തുടങ്ങി നമ്മുടെ സിങ്കും പിന്നെ എന്താ പറയുക ടൈലും ഗ്യാസ് അടുപ്പും അതൊക്കെ ഉരച്ച് കണ്ടിട്ട് അതൊക്കെ നല്ല പണിയാണ്. നല്ല പണി വെച്ചാൽ നല്ല പണിയാണ്. നമുക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തീരില്ല കേട്ടോ. പക്ഷേ എനിക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് അടുക്കള ക്ലീൻ ആക്കുമ്പോൾ അത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കണത് ഇഷ്ടം. പിന്നെ നമ്മൾ മീൻ വറുത്തതിൻ്റെ അതിൻ്റെയൊക്കെ എണ്ണകളുണ്ടാവും. അതാണെങ്കിൽ അപ്പം കഴുകി കളഞ്ഞെങ്കിൽ അതങ്ങനെ പശ പോലെ ഇരുന്ന് ഒട്ടി പിടിക്കും. അപ്പം അന്നന്ന് തന്നെ ഉരച്ച് കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ അത് മാറുമല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകാട്ടോ. അങ്ങനെ പാത്രം കഴുകി വെച്ചിട്ടുള്ള ഒരു പാത്രം ഉണ്ടല്ലോ കൊട്ട പോലത്തെ, അത് നമ്മൾ കൊണ്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ അടിയൊക്കെ നന്നായി ഒരു സോപ്പിട്ട് ഉരച്ച് കഴുകി പിന്നെ വെള്ളമൊക്കെ തുടച്ചു. പിന്നെ ഇപ്പോൾ ടൈലിലാണൊരു ഓട്ട കാണുന്നുണ്ട്. അത് നമ്മുടെ ഗ്യാസിൻ്റെ കണക്ഷൻ വരാണ്ട് ഓട്ട ഉണ്ടാക്കി പോയതാട്ടോ. പക്ഷേ നമുക്ക് അതിൻ്റെ ബാക്കി അപ്പുറത്ത് ഞങ്ങളില്ലാത്ത നേരത്തെ വന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലൊക്കെ കണക്ഷൻ കൊടുത്ത് പോയിട്ട് അപ്പോൾ അവരോട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അന്ന് ഞങ്ങൾ വരുമ്പോൾ അവരുടെ നമ്പർ മേടിച്ചിരുന്നു. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ അത് ഇനി തരാൻ പറ്റാതെ അതിപ്പോൾ അവർ വരുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇവർ നമുക്കൊരു മുന്നറിയിപ്പോ കാര്യങ്ങളോ തരുന്നില്ല വരുന്നുണ്ടെന്ന്. പിന്നെ ഈ ജോലിക്ക് പോകണവരൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അന്നേരം എന്താ വന്നിട്ട് നമ്മളോട് സംസാരിക്കട്ടെ, എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അന്നേരന് വന്നിട്ട് പാത്രം മോറാൻ സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ. അന്നേരം കഷ്ണങ്ങളൊക്കെ നന്നാക്കിയ പലകയും കത്തിയും കാര്യങ്ങളും അന്നേരന് പിടിപ്പത് പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് അന്നേരന് നമുക്കിതിൽ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ നല്ല പണിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഏറ്റവും മെനക്കെട്ട പണിയാണ് ഈ ഇറച്ചി നന്നാക്കുക, കഴുകുക, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി അതൊക്കെ നന്നാക്കിയത്. പിന്നെ മാന്തളായിരുന്നു, അതും നന്നാക്കി തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ അതൊക്കെ ചെയ്ത് തരുന്നതിന് കുറേ പണീൻ്റെ ഭാരം കുറവാട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് തരുമ്പോൾ സത്യം പറഞ്ഞാൽ കൊട്ടയിൽ കുറഞ്ഞ രൂപമാവട്ടെ. അങ്ങനെ നമ്മൾ ആ സൈഡൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡ് ക്ലീൻ ആക്കാം കേട്ടോ. നമ്മൾ എത്ര ഉരച്ച് കഴുകിയാലും ഇന്നും ഗ്യാസ് അടുപ്പ് ഇന്നും ഉരച്ച് കഴുകേണ്ട ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. എന്നും പിന്നെ നമുക്ക് ഈ അടുക്കളയിൽ വെള്ള ടൈലാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം നമ്മളത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ വറക്കുമ്പോൾ അതിൻ്റെ പൊട്ടി തെറിച്ചൊരു എണ്ണമയടക്കം നമുക്ക് എടുത്ത് കാണിക്കണം. അപ്പം അന്നെന്നുള്ളത് അവിടെ സൈഡിക്കാൻ എണ്ണമയായിട്ടൊന്നും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം അന്നൊന്നും അതൊക്കെ ക്ലീനാക്കുക. എത്ര വയ്യെങ്കിലും അടുക്കള ക്ലീൻ ആക്കുകയാണെങ്കിൽ അത് നന്നായി ഇങ്ങനെ ഡെയിലി നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഇപ്പുറത്തെ അടുക്കളയിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇപ്പുറത്തെ അടുക്കളയിൽ ഒരുപാട് സാധനമൊന്നും വെക്കുന്നില്ല, ഫുഡ് വയ്ക്കില്ല. ഇവിടെ നന്നാക്കലും അരപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എന്നാലും ചില നേരത്ത് നമ്മൾ ഫുഡ് കൂടുതലുണ്ടാക്കുന്ന നേരത്തൊക്കെ ഇപ്പുറത്തൊക്കെ ആയിട്ട് വെക്കും. പിന്നെ അപ്പോൾ ഗ്യാസ് അടുപ്പ് ഉരച്ച് കഴിയുമ്പോഴും നല്ല പണി തന്നെയാണ് കേട്ടോ. അന്നേരം യൂസ് ചെയ്തതിനും ജസ്റ്റ് അതൊന്ന് ഉരച്ച് കഴുകിയിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതും ഉരച്ച് കഴുകി അതിൻ്റെ പാതിമുറും കാര്യങ്ങളും ചെമ്മീനും ഒക്കെ നന്നായി ഉരച്ച് ക്ലീനാക്കി കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞടക്കളയൊക്കെ നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല, സാധനങ്ങൾ കഴിക്കാനോ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നിനും സ്ഥലമില്ല. അങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നല്ലേ ഉള്ളതുകൊണ്ട് എല്ലാ സാധനവും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് ഈ അടുക്കള ഇങ്ങനെ എന്ന് തോന്നിപ്പോവും. പക്ഷേ അടുക്കളയുടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറൊക്കെ മാറ്റി ക്ലീനൊക്കെ ആക്കി വെച്ചിട്ട് പക്ഷേ നമുക്കതിന് അലമാര പോലെ ആക്കാൻ പറ്റിയിട്ടില്ല, കബാഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ വൃത്തികേട് ഉണ്ടാകട്ടാ. അല്ല പുറമെന്ന് കാണുന്നവർക്ക് നമുക്ക് കുഴപ്പമില്ല, നീറ്റായിട്ടല്ല അടുക്കള ക്ലീനായിട്ടാണ് നമ്മൾക്ക് ഒരു ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ ക്ലീനായിട്ട് തന്നെയാണ് ചെയ്യട്ടെ. ഒരാൾക്ക് വന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ ചില വീട്ടുകളിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത പല സ്ഥലങ്ങളുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ചു കുടിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒക്കെ പേടിയായിട്ട് നമ്മുടെ വീട്ടിൽ ആരും വരുമ്പോൾ അവർക്ക് അടുക്കള കാണുമ്പോൾ അത്ര വൃത്തികേട്. നമ്മൾ ഓരോ അടുക്കളയിലൊക്കെ ഇങ്ങനെ കറകളും ഈ ഭക്ഷണം വെച്ച വേസ്റ്റും കാര്യങ്ങളും അതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇതാണ്. ഞാൻ ചിലപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച ഇടുമ്പോൾ കുറച്ച് വിനാഗിരിയും സോഡയൊക്കെ ഇട്ടിട്ട് ഒന്നും ഉരച്ച് കൂട്ടാം. ഇനി എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഉരച്ച് കഴിയും. അങ്ങനെ അടുക്കള കാര്യം 10-18 വർഷമായിട്ടും വെള്ള ടൈൽ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണ്ടല്ലോ കേട്ടാ. അല്ല 10-18 വർഷമായിട്ടുണ്ട് നമ്മൾ ഈ അടുക്കളയിൽ ഈ ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം. പക്ഷേ അത് അന്നത്തെ ആ ഒരു ഉതിപ്പും കാര്യങ്ങളൊന്നും ആ ടൈലിനുണ്ട് കേട്ടോ. നമ്മൾ അന്നത്തെ കാശ് കുറവുകൊണ്ട് നമ്മൾ വില കുറഞ്ഞ ടൈലൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിലും ഉള്ളത് നല്ല ഭംഗി പോലെ തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആരോ വന്നിട്ട് ഈത്തപ്പഴം കഴിച്ചു പോകുന്നു. ഞാൻ എപ്പോഴാണ് കാണാനായിട്ട് സത്യമാണ്. അതിൻ്റെ ഒരാൾ ഒരു ഈത്തപ്പഴം കഴിച്ചു പോകണ്ടിട്ട് ആരാ അച്ഛൻ. അങ്ങനെ എൻ്റെ വിശന്ന് തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ മുടിയൊക്കെ വെട്ടാണ്ട് അതിനായിട്ട് മുടി വെട്ടി കൊടുക്കണം, ഡൈ അടിച്ചു കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഊണ് കഴിച്ചോ, ഊണ് അല്ലെങ്കിൽ നേരം പോകുമല്ലോ. അങ്ങനെ എൻ്റെ അതിനുള്ള ചോറാണ് ഇടേണ്ടത്.
ഇപ്പം അതിനായിട്ട് ഊണ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇപ്പോൾ ചോറും കറികളൊക്കെ വയ്ക്കാൻ ഇഷ്ടമാട്ടോ. അതിന് മുന്നേ എനിക്ക് അങ്ങനെ വെക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്താ വയ്ക്കുക, എന്ത് വെച്ചാൽ അവർക്ക് കഴിക്കാൻ മടിയുള്ളവരാണ്. കുണുക്കനായാലും കുണിക്കായാലും കുഞ്ഞിനായാലും. പിന്നെ പൊന്നു തന്നെ ഉണ്ട് പോലെ കേട്ടോ, പൊന്നു കഴിക്കും. എന്നാൽ അനുവേട്ടൻ കഴിച്ചു തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ അനുവേട്ടന് വേണ്ടി വെക്കാൻ എനിക്ക് വേറെ പ്രത്യേക ഒരു ഇതാട്ടോ. അതിനായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർ കഴിക്കില്ല, അത് വേസ്റ്റ് ആക്കേണ്ടി വരും. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അനുവേട്ടനാകുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും എല്ലാ ഫുഡും അനുവേട്ടൻ കഴിക്കും. ഇന്നത് വേണമെന്നുള്ള വാശിയോ നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ഒരു തരി വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് തിരുമ്പിയാലും അനുവേട്ടൻ ആ ചോറുണ്ണൂല്ല കേട്ടോ. ഇനിയിപ്പോൾ മിളക് ചമ്മന്തി അങ്ങനെ അച്ചാറോ അങ്ങനെ എന്ത് കൂട്ടിയിട്ട്, പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല കേട്ടോ. അങ്ങനെ എനിക്ക് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് പിന്നെ ചോറും എനിക്ക് ചുട്ടരിച്ച്. ഇങ്ങനെ ഞാൻ നമ്മുടെ കുടപ്പൻ്റെ ഉപ്പേരിയാണ് കേട്ടോ, അത് കുറച്ച് വെച്ചു. 2 മാന്തൽ വറുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ചൊടിക്ക് നാരങ്ങച്ചാറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു നമ്മൾ കുറച്ച് മീൻചാറ്. ഈ മീൻചാറ് ഒരുപാട് ആവശ്യമില്ലല്ലോ കേട്ടോ, കുറച്ചേ വേണ്ടു. നല്ല ചൂട് എന്നാൽ എന്താ പറയുക, നല്ല തിക്നെസ്സും പുളി ഉപ്പും എരിവും ഒക്കെ കൂടിയൊരു കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് 2 ദിവസമൊക്കെ ഇങ്ങനെ വെച്ച് വെച്ചാൽ കേടും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മൾ കുറച്ച് പുളിശ്ശേരി ഒന്ന് ചിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറിലേക്ക്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരുമിച്ചേക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല കഴിക്കാൻ തോന്നും. കഴിക്കാത്തവർക്ക് നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വരിക്കുമ്പോൾ നമുക്ക് അതൊരു വിഷമം തോന്നില്ല. ഇപ്പം ഞാൻ കഴിക്കണില്ലല്ലോ, അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ കഴിക്കുന്നത് കുറച്ച് ഉപ്പേരിയും പിന്നെ 2 മീൻ കഷ്ണം എടുത്തുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് 2 ദിവസം മുന്നേ വെച്ചാൽ ചെറുപ്പയർ ഉപ്പേരി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതൊന്നും ഒരു തരി എടുത്തിട്ട്. എന്ന് വെച്ചാൽ ഉണ്ണുകൾക്ക് വേണ്ട ഉപ്പേരി എന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് എടുത്തിട്ട് ഇപ്പം എന്നിട്ട് എന്തായാലും രാത്രി ഇപ്പോൾ ആ ഉപ്പേരിയോട് കുറച്ച് ബാക്കി ഇവർക്ക് വേണ്ട വെച്ചിട്ട് ഞാനും കുറേശ്ശെ കഴിക്കുള്ളൂ, മാറ്റി വയ്ക്കും. എന്നിട്ട് ഇവരാണെങ്കിൽ ചില നേരത്തെ ഇവർക്ക് അതില്ലെങ്കിൽ ഭയങ്കര ആവശ്യമാണ്. ഇവരൊക്കെ ആയിട്ട് മാറ്റി വെച്ച ദിവസമാണെങ്കിൽ ഇവർക്കത് വേണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആയിട്ടുള്ള കുറച്ച് തിക്കും തിരക്കും ബഹളം. അങ്ങനെ ഞങ്ങൾ ചാവക്കാട് ഇതൊക്കെ കഴിഞ്ഞു, മുടി വെട്ടി ഡൈ അടിച്ചു. ഞങ്ങൾ ചാവക്കാട് പോയി മീൻ മേടിച്ചു. പൊന്നു ഷേപ്പ് വന്നതിന് ശേഷം മീൻ മേടിക്കാൻ പോയി. ഇപ്പം മീനൊക്കെ മേടിച്ച് കൊടുന്ന് ഇപ്പം ഞാൻ മീൻ മസാലയൊക്കെ പറ്റി ഫ്രീസറിൽ വെച്ചു, മീൻ കറി വെച്ചു. ഇനിയിപ്പോൾ ഇതേ രാത്രി ഇപ്പോൾ ഈ സമയം 12 മണി ഈ നേരത്താണ് ഞാൻ വീഡിയോ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പൊന്നു അവിടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പൊന്നൊക്കെ കിടന്ന് തുടങ്ങി. ഇനിയിപ്പോൾ അവൾക്ക് പുലർച്ചെ 4 മണിക്ക് വർക്കിന് പോകണം. അപ്പോൾ പൊന്നു പറഞ്ഞു നമുക്ക് അവിടേക്ക് പോവാം അമ്മ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ ഈ വെച്ച സാധനങ്ങളൊക്കെ പാത്രങ്ങളിലാക്കിയിട്ട് വേണം പോട്ടെ. എന്നാലും ഞാൻ ഏകദേശം എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.